ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ മുടി കൊഴിച്ചിൽ തടയാനുള്ള 7 കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. മുടി കൊഴിച്ചിലിലെ പിന്നിലുള്ള കാര്യങ്ങളും പിന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള, നമുക്ക് തുടക്കം മുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയി തോന്നിയാൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരാൾക്ക് ഒരു ദിവസം 100 മുടി വരെ പോകുന്നതാണ്. പക്ഷേ എല്ലാവർക്കും മുടി പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. ടെൻഷൻ കൂടിയാൽ മുടി കൊഴിച്ച് ഇരട്ടിയാകും. അപ്പം നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഇത് പരിഹരിക്കാമെന്ന് നോക്കാം. ടിപ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ മുടിയിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒട്ടുമിക്ക ആളുകളും ഹെയർ സ്റ്റൈൽ ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ മുടിയിൽ ഒരുപാട് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഡാമേജ് ആവാനുള്ള ചാൻസ് കുറേ കൂടുതലാണ്. പിന്നെ ഹെയറിൽ നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, കളർ ചെയ്യുന്നുണ്ട്. അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഹെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ ആയ പ്രൊഡക്റ്റ് മാത്രം നോക്കി വാങ്ങുക. അത് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ടിപ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ടിപ്സ് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണയുണ്ട്. അത് മാക്സിമം യൂസ് ആക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ടിപ്സായിട്ട് പറയാനുള്ളത്, ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിലോ തേങ്ങാപ്പാൽ വെച്ച് നല്ലപോലെ മുടി കഴുകുക. അതിൽ ഒരുപാട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അത് മുടിക്ക് ഭയങ്കര നല്ലതാണ്. മൂന്നാമത്തെ ടിപ്സായിട്ട് നമുക്ക് പറയാനുള്ളത് നെല്ലിക്കയാണ്. നെല്ലിക്ക ഉണക്കി പൊടിച്ചിട്ട് ഉപയോഗിക്കുക. വൈറ്റമിൻ സി കൂടാതെ ആൻറ്റി ഓക്സിഡൻ്റ് ഒരു കലവറയാണ് നെല്ലിക്ക. അപ്പോൾ അത് മുടിക്ക് വളരെ നാലാമത്തെ ടിപ്സായിട്ട് പറയാനുള്ളത് നമ്മുടെ കറ്റാർവാഴയാണ്, അല്ലെങ്കിൽ അലോവേറ. ഇത് സ്കിന്നിനും ഹെയറിനും ഒരുപോലെ യൂസാക്കാൻ പറ്റുന്നതാണ്. പിന്നെ അഞ്ചാമത്തെ ടിപ്സായിട്ട് നമുക്ക് പറയുന്നത് നമ്മുടെ അടുക്കളയിലേക്കുള്ള സവോളയാണ്. സവോളയുടെ നീരെടുത്തിട്ട് തലയൊട്ടി നന്നായി തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകിക്കളയുക. ആറാമത്തെ ടിപ്സായിട്ട് പറയാനുള്ളത് മുട്ടയുടെ മഞ്ഞയാണ്. അധികാരം യൂസ് ചെയ്യത്തില്ല, കാരണം അതിനൊരു ബാഡ് സ്മെല്ലാണ്. അപ്പോൾ അത് 20 മിനിറ്റോടെ നമ്മൾ തലയിൽ തേച്ച് കൊടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. അങ്ങനെയാണത് ചെയ്യേണ്ടത്. പിന്നെ ഏഴാമത്തെ ടിപ്സായിട്ട് പറയാനുള്ളത് തൈരാണ്. അത് നമ്മൾ ഹെയർ മാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തൈര് അതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.